ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ധാരാളം പോഷക ഗുണങ്ങളുള്ള മില്ലറ്റ്സ് കൊണ്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് മില്ലറ്റ്സ്. ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീൻസും അയണും കാൽസ്യവും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മില്ലറ്റ്സ് ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ്. ഇത് ഷുഗർ കുറയാനും ഭാവിയിൽ ഷുഗർ വരാതിരിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയാനും BP കുറയാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും ഒക്കെ മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. ഇന്ന് പലതരത്തിലുള്ള മില്ലറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഫോക്സ്റ്റൈൽ മില്ലറ്റ്, അതായത് തെന എന്ന ചെറുധാന്യമാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാഡികളുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം അയൺ ഉള്ളതിനാൽ വിളർച്ച തടയാനും അതുപോലെ തന്നെ ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, തീന പക്ഷികൾക്ക് കൊടുക്കുന്നതല്ലേ, ഇത് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന്. ഇത് പക്ഷികൾക്ക് കൊടുക്കാൻ തന്നെയാണ് നമ്മളിത് കൂടുതലും ഉപയോഗിക്കാറ്. പക്ഷികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തൊണ്ടോട് കൂടിയിട്ടാണ് കൊടുക്കാറ്. നമുക്കിതിൻ്റെ തൊണ്ട് ഡൈജസ്റ്റ് ആവൂല. അതുകൊണ്ട് തന്നെ ഇതുപോലെ തൊണ്ട് കളഞ്ഞിട്ടുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പം ഞാൻ ഇവിടെ 240 ml കപ്പിൽ 2 കപ്പ് തീന ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ 2 കപ്പ് തീനക്ക് 120 ml ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ കപ്പില്ലെങ്കിൽ 2 ഗ്ലാസ് തീനക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് എന്ന കണക്കിലെടുത്താൽ മതി. ഈ ഉഴുന്ന് മറ്റൊരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ അവലെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് അവലില്ല എന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുത്താലും മതി. ഈ അവൽ അരച്ചെടുക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് സോക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഈ തിനയിൽ ധാരാളം അഴുക്കും പൊടിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ വെള്ളം ക്ലിയർ ആകുന്നത് വരെ ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ വെള്ളം ക്ലിയർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിർന്ന് കിട്ടാനായിട്ട് ഞാനിത് 6 മണിക്കൂർ ഇവിടെ അടച്ചു വെക്കുകയാണ്. ഇനി ഞാൻ ഈ ഉഴുന്നും ഒരു 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഈ ഉഴുന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നിലെ വെള്ളം കൊണ്ടാണ് കേട്ടോ ഞാനിതെല്ലാം അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ തീനയും ഉഴുന്നും അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഈ ഉഴുന്നിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഉഴുന്ന് കുതിർത്തെടുക്കുക കേട്ടോ. ഈ ഉഴുന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറ് ചൂടായി പോകും. അപ്പോൾ നമുക്ക് മാവ് അത്രക്ക് അങ്ങോട്ട് പൊങ്ങി കിട്ടൂല. അപ്പോൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറ് ചൂടായി പോവാതിരിക്കാനാണ് കേട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് കുതിർത്തെടുക്കുന്നത്. ഇപ്പോൾ 6 മണിക്കൂറിന് ശേഷം ഈ തീന നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലെ വെള്ളം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഉഴുന്നും ഉലുവയും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഉഴുന്നിലെ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അരച്ചെടുക്കുന്നത്. ഞാൻ ആദ്യം ഉഴുന്നാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച വെള്ളത്തിൽ നിന്നും ഈ ഉഴുന്ന് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച അവലൊന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടൂട്ടാ. ഇനി നമ്മൾ നേരത്തെ ഉഴുന്നരച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുതിർത്തെടുത്ത തിനയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് മുഴുവനും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുതിർത്തെടുത്ത അവലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളം മാറ്റി വെച്ചില്ലേ, ആ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാറ്റിവെച്ച വെള്ളം മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക.
അപ്പോൾ ദാ ഞാനിത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉഴുന്നരച്ചെടുത്തത് ഒഴിച്ചു വെച്ചില്ലേ, അതേ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ച് വെക്കണം കേട്ടോ. ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഈ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചതിന് ശേഷം ആ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തവി കൊണ്ട് ഞാൻ ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതൊരു 10 മിനിറ്റ് നേരം തവി കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ മാവ് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 8 മണിക്കൂർ നേരം അടച്ചു വെക്കുകയാണ്. ഇത് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയൊക്കെ സമയം എടുക്കും കേട്ടോ. ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റിനനുസരിച്ചായിരിക്കും മാവ് പൊങ്ങി കിട്ടുക. ഞാനിത് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാവ് തലേ ദിവസം രാത്രി 8 മണിക്ക് അരച്ച് വെച്ചിട്ട് രാവിലെ 5:30 ആയപ്പോഴേക്കും ഈ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ മാവിൽ ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഈ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മാവ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മാവ് കൊണ്ട് ഞാൻ ആദ്യം ഇഡ്ഡലിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തട്ടിൽ നിന്നും ഇഡ്ഡലി പെട്ടെന്ന് ഇളകി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം നേരത്തെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ മാവ് ഇതുപോലെ ഈ കുഴികളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു തട്ടിലുള്ളൂ കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഇത് സ്റ്റീം ചെയ്തെടുക്കുക. 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇഡ്ഡലി വെന്തോന്നറിയാൻ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. തൊട്ട് നോക്കുമ്പോൾ കൈകളിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വെന്തിട്ടില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ തട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ഈ മോൾഡിൽ നിന്നും ഇഡ്ഡലി ഇളക്കിയെടുക്കാം. ഇഡ്ഡലി ഈ പാത്രത്തിൽ നിന്നും പെട്ടെന്ന് ഇളകി കിട്ടാനായിട്ട് ഈ പാത്രത്തിൻ്റെ പുറകുവശം പിടിച്ചിട്ട് ടാപ്പ് വാട്ടറിൻ്റെ ചുവട്ടിൽ കാണിച്ചാൽ മതി. അപ്പോൾ ഇഡ്ഡലി പെട്ടെന്ന് ഇതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിനെക്കൊണ്ട് നല്ല പഞ്ഞി പോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെക്കൊണ്ട് ഇതുപോലെ ഇഡ്ഡലി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പം ഞാൻ ഈ ഇഡ്ഡലി തട്ടിൽ നിന്നും ഇഡ്ഡലി മുഴുവനും ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു ദോശപ്പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പം നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുക. പാനിൻ്റെ ചൂട് കറക്റ്റായിരിക്കണം നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ. ഒരുപാട് ചൂട് കൂടിപ്പോവുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി ചൂട് കുറഞ്ഞു പോവുകയും ചെയ്യരുത്. പാന് ചൂട് കുറഞ്ഞു പോയാൽ ദോശയുടെ അരികൊക്കെ കുക്കാവാതിരിക്കും. ചൂട് കൂടിപ്പോയാൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാനും പറ്റൂല. അപ്പോൾ പാനിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ ചൂടായിരുന്നാലേ നമുക്ക് ദോശ ഇതേപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ദോശ ചുട്ടെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് വേണ്ടതെങ്കിൽ മാവ് പരത്തിയെടുത്തതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും. ഞാൻ ഈ ദോശയുടെ മുകളിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്താൽ ഇതിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് വളരെ വേഗത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ വെയിറ്റ് കുറയാനാണ് ഇത് കഴിക്കുന്നതെങ്കിൽ അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നെയ്യ് വളരെ ഹെൽത്തിയാണ്. omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നെയ്യിൽ. പിന്നെ അതുമല്ല, നെയ്യ് ചേർത്ത് കൊടുത്താൽ ഈ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റുമാണ്. ഈ ദോശ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തത് കൊണ്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് പാനിൽ നിന്നും എടുത്ത് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കുക. മില്ലറ്റ്സ് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുകൊണ്ട് ഷുഗർ ഉള്ളവർ അരിയും ഗോതമ്പൊക്കെ കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് മില്ലറ്റ്സ് കഴിക്കുന്നത്. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു.
അപ്പോൾ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള മില്ലറ്റ്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗറും കൊളസ്ട്രോളും അമിതവണ്ണവും ഒക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിവിടെ ദോശ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ പേപ്പർ പോലെ നല്ല തിന്നായിട്ടുള്ള ദോശയാണ് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ടൊമാറ്റോ ചട്നി കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നും പൊട്ടുകടലയും 1 ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പൊട്ടുകടലയും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷവും തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷവും അതിൻ്റെ ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷവും ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടാറി വന്നതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് മുഴുവനും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്കൊരു വറവ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഈ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ വറവ് ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഇഡ്ഡലി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റും നല്ല സ്പോഞ്ചിയുമാണെന്ന്. അപ്പോൾ നിങ്ങൾ തിനെക്കൊണ്ട് ഇതുപോലെ ഇഡ്ഡലിയും ദോശയും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് തിനെക്കൊണ്ടുണ്ടാക്കിയ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്